അപ്പോൾ ലാസ്റ്റത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് കീസിൻ്റെ സൂപ്പർ കീ. സൂപ്പർ കീ എന്താണെന്ന് പറയുന്നത്? എ സൂപ്പർ കീ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ കീസ് വിച്ച് ഐഡൻറ്റിഫൈസ് റോസ് ഇൻ എ ടേബിൾ. ഓരോ ടേബിളിൽ റോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എ സൂപ്പർ കീ മേ ഹാവ് അഡീഷണൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ നോട്ട് നീഡഡ് ഫോർ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ. സൂപ്പർ കീൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട്സും ഉണ്ടാവാം. എക്സാമ്പിൾ കാണിച്ചു നിങ്ങൾക്ക്. ഇവിടുന്ന് MSSN എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ സാധനം എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, ഓരോരാൾക്കും ഉള്ളത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെയാണ് MPNUM എന്ന് പറയുന്നുള്ള വാല്യൂ. അപ്പോൾ MPNUM എന്ന് പറയുന്നതും ഓരോരാൾക്കും യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ MPSSN എന്ന് പറയുന്നത് എംപ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂപ്പർ കീ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് MPNUM യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ MPNUM MPNAME എന്ന് പറയുന്ന ഈ രണ്ടും കൂടിയിട്ട് MPNUMഉം നെയിമും കൂടിയുള്ള കോമ്പിനേഷൻ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാമെന്ന് പറയുന്നില്ലേ. അപ്പൊ ഈ കോമ്പിനേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂപ്പർ കീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ MPNAME എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു ആട്രിബ്യൂട്ട് ആണ്. ഇത് ഒറ്റയ്ക്ക് തന്നെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതിന്റെ കൂടെ ഇതും കൂടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട്. അപ്പോൾ സൂപ്പർ കീയിൽ അങ്ങനെ ഉണ്ടാവാന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമർ ഡിസൈൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കീ ആയിരിക്കും പ്രൈമറി കീ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനേഷൻ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ഇസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ദാറ്റ് യൂണിക്ലി ഐഡന്റിഫൈസ് every row in that table. The primary key can't be a duplicate, meaning the same value can appear more than once in the table. അതായത് നമ്മൾ ഒരു പ്രൈമറി കീ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ട് വാല്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് പ്രൈമറി കീന്റെ കോളത്തിന്റെ അകത്ത് വരില്ല. അതായത് ഇപ്പൊ 1 ആയിട്ട് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് വീണ്ടും ഒരു വാല്യൂ കൂടി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം പ്രൈമറി കീക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഹോൾഡ് ചെയ്യാണ്ട് പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നില്ല. അത് എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ടേബിൾ കനോട്ട് ഹാവ് മോർ ദാൻ വൺ പ്രൈമറി കീ. ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിന്റെ റൂൾസ് നോക്കാം. റൂൾസ് ഫോർ ഡിഫൈനിങ് പ്രൈമറി കീ. പ്രൈമറി കീ ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസ് ആണ് പറയുന്നത്. 2 rows can't have സെയിം പ്രൈമറി കീ വാല്യൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് പോസിബിൾ അല്ല. ഒരു സ്റ്റുഡന്റിന് ഒരു രജിസ്റ്റർ നമ്പർ 1 ആണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റുഡന്റ് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ രജിസ്റ്റർ നമ്പർ 1 ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അടുത്തത് ഇറ്റ് മസ്റ്റ് ഫോർ എവറി റോ ടു ഹാവ് എ പ്രൈമറി കീ വാല്യൂ. എല്ലാ റോസിനും ഓരോ പ്രൈമറി കീ വാല്യൂ ഉണ്ടാവണം. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ID എന്ന് പറഞ്ഞതാണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കോളത്തിനും ഒന്നുണ്ടാവണം, സ്റ്റുഡന്റ് ID ഉണ്ടാവണം. അതായത് പ്രൈമറി കീ വാല്യൂസ് നള്ള് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, നമ്മൾ രജിസ്റ്റർ നമ്പർ ആണ് പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ID ആണ് പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ആ ഫീൽഡിൽ ഒരു നൾ വാല്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്തത് നോക്കുക. ദ വാല്യൂ ഇൻ പ്രൈമറി കീ കോളം ക്യാൻ നെവർ ബി മോഡിഫൈഡ് ഓർ അപ്ഡേറ്റഡ് ഇഫ് എനി ഫോറിൻ കീ റെഫേഴ്സ് ടു ദാറ്റ് പ്രൈമറി കീ. അതായത് നമ്മൾ ഫോറിൻ കീ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് വേറൊരു ടേബിളിന്റെ പ്രൈമറി കീനെ വെച്ചിട്ട് ഇപ്പുറത്തെ ടേബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ടേബിളിലെ പ്രൈമറി കീനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം വേറൊരു ടേബിളിൽ നമ്മുടെ ടേബിളിനെ റെഫർ ചെയ്യേണ്ടതാണ്. ഇപ്പം സപ്പോസ് നമ്മൾ ഫോൺ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോൾ വരേണ്ടത് ആ നമ്പറിലേക്കാണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ ആ നമ്പർ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങളെ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഒരു ഫോറിൻ കീ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഫീൽഡിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ എക്സാമ്പിൾ നോക്കിക്കോ. പ്രൈമറി കീന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ സ്റ്റുഡന്റ് ID ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, 3 ഫീൽഡ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ID ആണ്. അപ്പൊ സ്റ്റുഡന്റ് ID ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇവിടെ റോൾ നമ്പർ എന്ന് പറഞ്ഞാലും ഇമെയിൽ എന്ന് പറഞ്ഞാലും യുണീക്ക് വാല്യൂ തന്നെയാണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്, ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ID ആയിട്ട് ആയിരിക്കും.
പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി അടുത്തത് ആൾട്ടർനേറ്റ് കീ. ആൾട്ടർനേറ്റ് കീ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റ് ഐ ഡി ആണ് ഇവിടെ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു റോൾ നമ്പർ വേണമെങ്കിൽ നമുക്ക് പ്രൈമറി കീ ആക്കായിരുന്നു, അതുപോലെ തന്നെ ഇമെയിലും വേണമെങ്കിൽ പ്രൈമറി കീ ആക്കായിരുന്നു. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റുഡന്റ് ഐ ഡി ആണ് പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ റോൾ നമ്പർ, ഇമെയിൽ എന്ന് പറയുന്ന രണ്ട് ഫീൽഡും ആൾട്ടർനേറ്റ് കീ ആയിരിക്കും. പ്രൈമറി കീ അല്ലാത്ത കീ വാല്യൂസ് ആണ് ആൾട്ടർനേറ്റ് കീ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കാൻഡിഡേറ്റ് കീ എന്താണെന്നുള്ളതാണ്. അപ്പൊ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൽ സൂപ്പർ കീ ആണ്. അപ്പൊ നമ്മൾ സൂപ്പർ കീസ് കുറെ കീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആ കീൻ്റെ അകത്ത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ, ആട്രിബ്യൂട്ടിനെ ഏതെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആട്രിബ്യൂട്ട്സ് എന്നെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് മിനിമൽ സൂപ്പർ കീ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബ് നമ്പറും അതുപോലെ തന്നെ എംബ് നെയിമിന്റെയും കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ സൂപ്പർ കീ ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ എന്തായിരിക്കും, അത് അങ്ങനെയൊന്നും ഇല്ലാത്തത് മാത്രമാണ് കാൻഡിഡേറ്റ് കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനേഷൻ നോക്കിക്കോ. Is a set of attributes that uniquely identify a tuple in a table. Candidate key is a super key with no repeated attributes. The primary key should be selected from the candidate keys. Candidate key എന്നാണ് പ്രൈമറി കീ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കാൻഡിഡേറ്റ് കീ ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏതാണോ അതാണ് പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. എവറി ടേബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് സിംഗിൾ കാൻഡിഡേറ്റ് കീ. ഒരു സിംഗിൾ കാൻഡിഡേറ്റ് കീ എങ്കിലും എല്ലാ ടേബിളിലും ഉണ്ടാവും. എ ടേബിൾ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് ബട്ട് ഓൺലി എ സിംഗിൾ പ്രൈമറി കീ. ഒരു ടേബിളിന് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ ഉണ്ടാവാം, പക്ഷേ പ്രൈമറി കീ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ മാത്രമായിരിക്കും. ഇനി പ്രോപ്പർട്ടീസ് നോക്കാം നമുക്ക്. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ. അത് നേരത്തെ പറയുന്ന കാര്യം തന്നെയാണ്. കാൻഡിഡേറ്റ് കീ മേ ഹാവ് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ്. മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂസ്. നൾ വാല്യൂസ് ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. It should contain minimum field to ensure uniqueness. അപ്പോൾ യുണീക്നെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഫീൽഡ്സ്, അതായത് പിന്നെ സ്റ്റുഡൻറ് നെയിമും സ്റ്റുഡൻറ് നമ്പറിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നെയിം അൺവാണ്ടഡ് ആണ്. അപ്പോൾ നെയിം ഒഴിവാക്കിയിട്ട് മിനിമം ഫീൽഡ് വെച്ചിട്ട് യുണീക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. പിന്നെ യുണീക്ലി ഐഡന്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. അത് തന്നെയാണ് ഇറ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂസ് ആൻഡ് യുണീക്ലി ഐഡന്റിഫൈസ് ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. ഓരോ റെക്കോർഡും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് എപ്പോഴും കീ വാല്യൂവിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീ ഒക്കെ അല്ലേ, സൂപ്പർ കീൻ്റെ അകത്ത് മിനിമം വാല്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആട്രിബ്യൂട്ട് ഇല്ലാത്തതാണ് കാൻഡിഡേറ്റ് കീ. എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ സ്റ്റുഡന്റ് ഐ ഡി, റോൾ നമ്പർ, ഇമെയിൽ ആർ കാൻഡിഡേറ്റ് കീ വിച്ച് ഹെൽപ്പ് us to uniquely identify student record in a table. Suppose student ID ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഇത് കാൻഡിഡേറ്റ് കീ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സൂപ്പർ കീ, ഇപ്പോൾ സൂപ്പർ കീ കൺസിഡർ ചെയ്യുന്നതാണ്. സ്റ്റുഡന്റ് ഐ ഡി സൂപ്പർ കീ ആണ്, റോൾ നമ്പർ സൂപ്പർ കീ ആണ്, ഇമെയിൽ സൂപ്പർ കീ ആണ്. ഇനി ഒരു സൂപ്പർ കീ ഉണ്ടെന്ന് വിചാരിക്കുക, റോൾ നമ്പർ നെയിമിന്റെ കോമ്പിനേഷൻ, അതൊരു സൂപ്പർ കീ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ കാൻഡിഡേറ്റ് കീ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ റോൾ നമ്പർ നെയിമിന്റെ കോമ്പിനേഷൻ അങ്ങ് ഒഴിവാക്കും. ബാക്കിയുള്ള സ്റ്റുഡന്റ് ഐ ഡി, റോൾ നമ്പർ, ഇമെയിൽ ഇത്രയും സാധനങ്ങൾ മാത്രമേ അവർ കീ ആയിട്ട് ചൂസ് ചെയ്യുള്ളൂ. ഇതിന്റെ എക്സാമ്പിൾ ഒരു ഡയഗ്രാം കൊടുത്തെയാണ്, നേരത്തെ ടേബിൾ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റുഡന്റ് ഐ ഡി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്, അതിന് നമ്മൾ പ്രൈമറി കീ ചൂസ് ചെയ്തു. കാൻഡിഡേറ്റ് കീ നോക്കുക, സ്റ്റുഡന്റ് ഐ ഡി, റോൾ നമ്പർ, ഇമെയിൽ ഇത്രയാണ് കാൻഡിഡേറ്റ് കീ വരുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൈമറി കീ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കീ വാല്യൂസിനെയാണ് എന്തായിട്ട് എടുത്തിട്ടുള്ളത്, ഓൾട്ടർനേറ്റീവ് കീ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി പറയുന്നത് എന്താണ് ഫോറിൻ കീ. ഫോറിൻ കീ നമ്മൾ പറഞ്ഞു, ഫോറിൻ കീ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് കോളംസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. നമുക്ക് ദ പേർപ്പസ് ഓഫ് ഫോറിൻ കീ ഈസ് ടു മെയിൻറ്റെയിൻ ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് അലോ നാവിഗേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് എൻ എൻറ്റിറ്റി. എൻറ്റിറ്റീൻ്റെ രണ്ട് ഇൻസ്റ്റൻസ് തമ്മിലൊരു ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ നാവിഗേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ക്രോസ് റെഫറൻസ് ബിറ്റ്വീൻ ടു ടേബിൾ ആസ് ഇറ്റ് റെഫറൻസ് ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഒരു ടേബിളിന്റെ പ്രൈമറി കീ വെച്ചിട്ടാണ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രോസ് റെഫറൻസ് ബിറ്റ്വീൻ ടു ടേബിൾസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ടേബിൾ വന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് ഐ ഡി,
എഫ് നെയിം അതുപോലെ തന്നെ എൽ നെയിം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, ഇതാണ് ഒരു ടേബിള്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് കോഡ്, ഡിപ്പാർട്ട്മെന്റ് നെയിം, ഇതാണ് അടുത്ത ടേബിൾ. ഇവിടെ നോക്കൂ, ഈ രണ്ട് ടേബിളും ശരിക്കും റിലേറ്റഡ് ആണല്ലേ. ടീച്ചറും ഡിപ്പാർട്ട്മെന്റും എല്ലാം ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. ടീച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആയിരിക്കും, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ആയിരിക്കും. പക്ഷെ ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തില്ല, ഒരു കോമൺ ആട്രിബ്യൂട്ട് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചു കഴിഞ്ഞാല്, ഈ ടീച്ചേഴ്സ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ്, ഈ ടീച്ചേഴ്സ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് എന്താ ഇവിടെയുള്ള ടീച്ചേഴ്സ് ഐ ഡി ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് കോഡ് എന്ന് പറയുന്ന ഫീൽഡിന് എന്ത് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് കൊടുത്തു, ആ ടേബിളിലേക്ക് കൊടുത്തു, ഒരു എക്സ്ട്രാ ഫീൽഡ് ആഡ് ചെയ്തിട്ട് ഒരു ഇതും കൂടി കൊടുത്തു. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ത് മനസ്സിലാവും നമുക്ക്, ടീച്ചേഴ്സ് ഐ ഡി ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് കോഡ് ഉണ്ടാവും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് കോഡ് എന്ന് പറയുന്നത് ഈ ടേബിളിന്റെ പ്രൈമറി കീ ആണ്. അപ്പൊ ഈ ടേബിളിന്റെ പ്രൈമറി കീ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കിനി, ഈ ടേബിളിലെ ഡാറ്റാസിനെയും കൂടി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 2 എന്ന് പറയുന്ന പ്രൈമറി കീ ആണെങ്കിൽ ആ 2 ഡിപ്പാർട്ട്മെന്റ് കോഡ് ആയിട്ടുള്ള ഈ ഫീൽഡ് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ശരിക്കും ആ വാല്യൂസ് 0, 1, 2 സോറി 1, 2, 5 എന്നായിരുന്നു വരേണ്ടത്. അപ്പൊ ഇവിടെ കൊടുത്തപ്പോൾ 1, 2, 5 എന്ന് പകരം ഏതോ ഒരു വാല്യൂ 5 ആയിരുന്നു വരേണ്ടത്. അപ്പൊ 5ന് പകരം ഇവിടെ 2 തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും യുണീക്ക് വാല്യൂ ആണ് വരെ, റിപ്പീറ്റഡ് വാല്യൂസ് വരില്ല. നിങ്ങളത് എഴുതുമ്പം എക്സാമ്പിൾ എഴുതുമ്പോൾ കറക്റ്റ് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഈ ഫീൽഡ് വെച്ചിട്ട് രണ്ട് ടേബിളും തമ്മിൽ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫീൽഡ് വെച്ചിട്ട് മറ്റേ ടേബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റേ ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ടേബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പറയുന്ന യുണീക്ക് കീ എന്താന്നുള്ളതാ. യുണീക്ക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇത്തിരി സമയം ഡിസ്കസ് ചെയ്ത കീ തന്നെയാണ്. യുണീക്ക് കീ ഇസ് എ സെറ്റ് ഓഫ് വൺ ഓർ more than one field or columns of table that uniquely identify a record in a database table. നേരത്തെ പറഞ്ഞത് തന്നെ, ടപ്പിൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്ക് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീൽഡിന്റെ കളക്ഷൻ. യു ക്യാൻ സേ ദാറ്റ് little like primary key, but it can accept only one null value and it cannot have duplicate values. ഇതിന് ഒരു null value ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഹോൾഡ് ചെയ്യൂല. The unique key and primary key both provide guarantee for uniqueness for a column or set of columns. യുണീക്ക് കീ ആയാലും അതുപോലെ തന്നെ പ്രൈമറി കീ ആയാലും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവില്ല, രണ്ട് വാല്യൂസ് ഒരിക്കലും സിമിലർ ആയിട്ട് വരില്ല. പിന്നെ there is automatically defined unique key constraint within a primary key constraint. ഓട്ടോമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. There may be many unique key constraints for one table, but only one primary key constraint for one table. ഒന്നിൽ കൂടുതൽ യുണീക്ക് കീ ഉണ്ടാവാം, പക്ഷെ പ്രൈമറി കീ എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റൊരെണ്ണം മാത്രമേ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് യുണീക്ക് കീ എന്താണെന്ന് പഠിക്കണം, പ്രൈമറി കീ എന്താണെന്ന് പഠിക്കണം, കാൻഡിഡേറ്റ് കീ എന്താണെന്ന് പഠിക്കണം, ഫോറിൻ കീ എന്താണെന്ന് പഠിക്കണം. സൂപ്പർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട് വിച്ച് യൂണീക്കലി ഐഡന്റിഫൈസ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഇത് തന്നെയാണ് എല്ലാ കീന്റെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ സൂപ്പർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാത്തിനും നമുക്ക് സൂപ്പർ കീ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സൂപ്പർ കീ സ്റ്റുഡന്റ് ഐ ഡി എടുക്കാം, സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ എടുക്കാം, അതുപോലെ രജിസ്റ്റർ നമ്പർ നെയിം എടുക്കാം, രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാം, നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാം, അപ്പൊ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ അകത്തുള്ള മിനിമൽ കീസ്, അതിൻ്റെ അകത്തുള്ള മിനിമം വാല്യൂസ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കീ ആണ് പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കീസിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് കീ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് ടേബിൾസിന്റെ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. യുണീക്ക് കീ എന്ന് പറയുന്നത് യുണീക്ക് ഈ പറഞ്ഞ കീ വാല്യൂസ് പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് പക്ഷെ ഒരു നൾ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്നും പറ്റില്ല. ബാക്കിയുള്ള ഡെഫിനിഷൻ സെയിം തന്നെയാണ്. ഒരു ടേബിളിൽ ഒന്നിൽ കൂടുതൽ യുണീക്ക് കീ പോസിബിൾ ആണ്, പ്രൈമറി കീ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. അപ്പൊ കീ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. നല്ലോണം പഠിക്കുക കേട്ടോ.